ഇതൊക്കെ നിങ്ങളാണല്ലേ? അത്യാവശ്യം സ്ഥലം. അത്യാവശ്യം നല്ല സൗകര്യം. അത്യാവശ്യം നല്ലൊരു സ്റ്റുഡിയോ ഫ്ലാറ്റ് അല്ലേ? രണ്ട് നല്ല അത്യാവശ്യം 3 ബെഡ്റൂം ഉണ്ട്. ഈ മോൾക്ക് വേണമെങ്കിൽ അല്ല, മോൾ അതിന് സൗകര്യമല്ല. ഇതിലേ ലീഗര് കൊടുക്കുക. ഇത് എന്താ പറയുക, ചിലത് വലിയ വീട് പോയാലും ഒക്കെ ഉണ്ട്, ചിലത് ചെറിയ വീട് പോയാലും ഉണ്ട്. പക്ഷെ ഒക്കെ അത്യാവശ്യം നല്ല സൗകര്യമാണ്. പിന്നെ ഈ 2 റൂമിനും കൂടി ഒരു കോമൺ ബാത്റൂം. പിന്നെ ഇവിടെ കിച്ചണും വർക്ക് ഏരിയയും. പിന്നെ അപ്പുറത്ത് എന്തോ ഷീറ്റ് ഇടാനാണ് തോന്നുന്നു, അലക്കണ കല്ല് അവിടെ. ഇതൊക്കെ പിന്നെ മൂപ്പരുണ്ടാക്കണം. ടി വി വെക്കാനൊക്കെ, ടി വി വെക്കാനുള്ള സ്പേസൊക്കെ അതൊക്കെ മൂപ്പരുണ്ടാക്കുക. ഒരു വലിപ്പം കിട്ടുക. അത് മുറ്റം നല്ല വിശാലമായിട്ടുള്ള മുറ്റ സൗകര്യങ്ങൾ. 27-ാം തീയതി കുറെ ആയതൊക്കെ വീട് താമസം തുടങ്ങാന്നുള്ള. ഇതിപ്പോ നിങ്ങള് കെട്ടിയാണ് ഇതൊക്കെ ഞാൻ ആദ്യം ചെയ്തെന്നാണ്. മണ്ണിട്ട് പൊക്കാണ്ടായിരുന്നു. നമുക്കിനി ഞങ്ങൾ ഏതായാലും കണ്ടത് സന്തോഷം. ഞങ്ങൾ പോയിരുന്നു, അവിടെയൊക്കെ പോയി. റിസോർട്ടിന്റെ അടി വരെ പോയി. അങ്ങോട്ട് പോയില്ല. ഇല്ല, ഞങ്ങൾ അടി വരെ പോയി. ഞങ്ങളേ ആ റിസോർട്ടിന്റെ അടിഭാഗം വരെ പോയി. പിന്നെ അങ്ങോട്ട് പോയില്ല. അവിടുന്ന് വണ്ടി തിരിച്ച് മൂപ്പരേറ്റ് രാവിലെ തൊട്ട് ഞങ്ങൾ മൂപ്പരേറ്റ് തന്നെ ഇരുന്നേ. ഞാനൊരു 10 ദിവസം മുന്നേ വന്നിരുന്നു, അതിൻ്റെ ഒരു 10-20 ദിവസം മുന്നേ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് മൂപ്പരേറ്റ് കുറച്ച് ഇനി ഇൻഷാ അല്ലാഹ് വരേണ്ട ആവശ്യമുണ്ട്. ഇൻഷാ അല്ലാഹ്. ഇത് 22/4/2026 ബുധനാഴ്ച മുട്ടിൽ ലീഗിൻ്റെ മുണ്ടക്കൈ ദുരന്തത്തിൽ ബാധിതർക്ക് കെട്ടിക്കൊടുക്കുന്ന വീട് സമുച്ചയം. പണികൾ ബാക്കിൽ കുറേ ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ പിറകിലും കുറേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം കുറച്ചൊക്കെ ആയിട്ടുണ്ട്. അതിലൊരു 51 വീടുകളിൽ ഈ മാസം 27-ാം തീയതി 27 ഏപ്രിൽ വീട് ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിലൂടെ ഒരു വീടിനൂടെ മറ്റേ ഇതൊക്കെ വെച്ചിട്ട് ടർഫ് മാതിരി മറ്റേ ഇത് പുല്ലൊക്കെ വെച്ചിട്ട് ഗ്രാസൊക്കെ വെച്ച് പ്ലാസ്റ്റിക് ഗ്രാസൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. മറ്റതൊക്കെ അങ്ങനെ അടിപൊളിയാക്കി വരുന്നു. മതിലുകളൊക്കെ കോമൺ ആയിട്ടുണ്ടാവുന്ന പറയണേ. ഗേറ്റ് അവനവൻ വെക്കുക. പിന്നെ ഫർണിച്ചറുകൾ കുറച്ചൊക്കെ സപ്ലൈ കിട്ടിയിട്ടുണ്ട്, ബാക്കിയൊക്കെ അവനവൻ. പിന്നെ വീടുകളിൽ കുറേ എക്സ്ട്രാ സൗകര്യങ്ങളൊക്കെ അവനവൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അൽഹംദുലില്ലാഹ് ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കുന്നത് നല്ല കാര്യമാണ്. ഇതിവിടെ ഒരു കുറച്ച് സ്ഥലം സ്പേസ് ഇട്ടിട്ടുണ്ട്. അതെന്തിനാ, താങ്ക് യു.
അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കണ്ടേ ലത്തീഫേ? ഈ ബോർഡ് കിട്ടിക്കോട്ടെ. ഒരു സെൽഫി എടുത്തോളൂ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, അത് ഞാൻ അയച്ചു തരണ്ടേ. മൂപ്പരെ കൊണ്ട് എടുപ്പിക്കാം.